ഹായ് ഫ്രണ്ട്സ്, നെഗറ്റീവ് കമൻസ് പാർട്ട് 1. അപ്പോൾ ഇന്നത്തെ എൻ്റെ ആദ്യത്തെ കമൻ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും കാണിക്ക് ലൈക്ക് കിട്ടും ഒരുപാട് എന്നാണ്. പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അറിയില്ല, കാരണം ഞങ്ങൾക്ക് വേറെ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇനിയും കാണിക്ക് ലൈക്ക് കിട്ടും ഒരുപാടെന്നാണ് ചേട്ടൻ പറയുന്നത്. ആദ്യം തന്നെ ഇതെനിക്ക് ആണാണെന്ന് പേഴ്സണലി ഫീൽ ചെയ്തു, എനിക്കറിയില്ല. കാരണം പെങ്ങളെന്നൊക്കെയാണ് വിളിച്ചത്, അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്, അറിഞ്ഞൂടാ. അപ്പോൾ ചേട്ടനോ ചേച്ചിയോ ആരാവട്ടെ സ്വന്തമായി പറയുകയാണോ, ഒരു ഫീമെയിൽ ബോഡി വച്ചിട്ടാണോ ആദ്യം തന്നെ ഒരു മനുഷ്യൻ ഒരു വ്യക്തി ലൈക്ക് കൊടുക്കുന്നത്? ഒരു പെൺകുട്ടി 16 വയസ്സുണ്ട്, അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് വെച്ചിട്ടാണ് ലൈക്ക് കൊടുക്കുന്നത്? ആ കുട്ടി ചെയ്യുന്ന വീഡിയോ എന്താണെന്നോ, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുമ്പിലത്തുള്ള വീഡിയോസ് എന്താണെന്നോ അക്കൗണ്ടോ നോക്കാതെയാണോ? ഈ കമന്റ് ഇട്ടിരിക്കുന്ന ചേട്ടൻ്റെ അക്കൗണ്ട് ഒന്ന് എടുത്ത് നോക്കണം. സ്വന്തമായി മുഖം കാണിച്ചൊരു വീഡിയോ ഇടാൻ പോലും കച്ചില്ലാത്ത വ്യക്തിയാണ്, അതും ബാക്കിയുള്ളവർ ട്രോളി ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്നും കൂടെ ആലോചിക്കണം. ആരെയൊന്നും പറയാതെ മിണ്ടാതെ പോകുന്ന എന്നെ വന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരത്തില്ലേ? പിന്നെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ എന്താണ് പെട്ടെന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് മൈൻഡ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മൈൻഡ് ചെയ്തേ പറ്റുള്ളൂ, കാരണം എന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതും എനിക്കിതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം കാണിക്കുന്ന പറയുമ്പോൾ എന്താണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞൊന്നും പറയണ്ടേ. എല്ലാവരും പറഞ്ഞ കേസ് കൊടുക്കാൻ, എനിക്ക് കേസ് കൊടുക്കാനൊന്നും താല്പര്യമില്ല, എനിക്കിങ്ങനെ പറയാനാണ് ഇഷ്ടം. അപ്പം അത് പറഞ്ഞില്ലെങ്കിലേ നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തത് കുറേ കമൻറ്റ്സ് വരട്ടെങ്കിൽ എനിക്ക് കുറേ പാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്നായതാണ്. അപ്പോൾ ചേട്ടൻ ലൈക്ക് കൊടുക്കുന്നത് ഒരു പെണ്ണിൻ്റെ ഫീമെയിൽ ബോഡി, ഒരു പെണ്ണിൻ്റെ ബോഡി വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് മോഡലിംഗാണ്. മോഡലിംഗ് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആരുടെയും ഒരു ബോഡിയിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പ്രൊഫഷനിലോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വീഡിയോസോ എനിക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ തോന്നാറില്ല. എന്ന് പറഞ്ഞാൽ അവരിങ്ങനെയാണ് ചെയ്തിങ്ങനെ അയ്യത് എന്തോ വീഡിയോ എനിക്ക് അങ്ങനെ തോന്നാറില്ല, ഇതുവരെയായിട്ട് തോന്നിയിട്ടുമില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഓരോരുത്തരും ജീവിക്കുന്നത് അവരവരുടെ ആവശ്യങ്ങൾക്കാണ്. ഓരോരുത്തർക്കും ഓരോ ജീവിത സാഹചര്യങ്ങളാണ്. അപ്പോൾ ആ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എന്തിനു ഇടുന്നതെന്ന് അറിയാമോ? ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? അറിയത്തില്ല, പിന്നെ എന്തിനാ പറയുന്നത്?